ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ അധികാരത്തിൻ്റെ അഹങ്കാരവും പ്രതികാര ബുദ്ധിയും ഇഴചേർന്ന നിരവധി അധ്യായങ്ങളുണ്ട്. എന്നാൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഒരു സംസ്ഥാനത്തെ ഭരണകൂടത്തെയും അവിടുത്തെ ജനകീയ നേതാക്കളെയും വേട്ടയാടാൻ ഇറങ്ങിത്തിരിച്ചവർക്ക് സ്വന്തം ജീവൻ പണയം വെച്ച് ഒളിച്ചോടേണ്ടി വരുന്ന കാഴ്ച ഒരുപക്ഷെ സമീപകാല ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. ഒരു വേട്ടക്കാരന് ഇരയാകുന്ന അധികാരത്തിൻ്റെ ധാർഷ്ട്യം ജനകീയ പ്രതിരോധത്തിന് മുന്നിൽ മുട്ടുകുത്തുന്ന ഒരു അസാധാരണ രാഷ്ട്രീയ നാടകത്തിനാണ് ഇപ്പോൾ കേരളം സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ വലിയ തോൽവിയിൽ നിന്നും സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന CPM-നെയാണ് ഇപ്പോൾ നാം കാണുന്നത്. ആ തോൽവിയിൽ പാർട്ടി തകർന്നു പോയെന്നും ഇനി ഒരു തിരിച്ചുവരവ് സാധ്യമല്ലെന്നും വിശ്വസിച്ച രാഷ്ട്രീയ എതിരാളികൾക്ക് മുന്നിലേക്കാണ് ഒരു തീപ്പന്തമായി CPM ഇപ്പോൾ ജ്വലിച്ചു നിൽക്കുന്നത്. പാർട്ടി ഒരു തീപ്പന്തമായി മാറുമെന്ന് പറയുന്നത് വെറുതെയല്ല എന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം മുതൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകം, അല്ലെങ്കിൽ ഈ ജനകീയ ഉണർവിൻ്റെ ഏറ്റവും കൃത്യമായ അടയാളം എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഒരു ചിത്രത്തിലുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ചിത്രം വെറുമൊരു ഫോട്ടോ അല്ല, മറിച്ച് സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഒരു ഗതിമാറ്റത്തിൻ്റെ നേർചിത്രമാണ്. ഒരു ED ഉദ്യോഗസ്ഥൻ റെയ്ഡ് നടക്കുന്ന വീടിന് പുറത്ത് ആളുകളുടെ കണ്ണ് വെട്ടിച്ച് മതിലിനു മറവിൽ പതുങ്ങി നിന്ന് ഫോൺ ചെയ്യുന്ന ഈ ദൃശ്യം എന്തിൻ്റെ സൂചനയാണ്? കേന്ദ്ര സർക്കാരിൻ്റെ സകല അധികാരങ്ങളും കൈവശമുള്ള ആരെയും ഏത് പാതിരാത്രിയിലും ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും അധികാരമുണ്ടെന്ന് അഹങ്കരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് എന്തിനാണ് ഈ ഭയം? വീടിന് പുറത്ത് തടിച്ചുകൂടിയ പാർട്ടി പ്രവർത്തകരുടെ വൈകാരികമായ പ്രതിരോധം തന്നെയാണ് ആ ഭയത്തിന് കാരണം. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അകാരണമായി വേട്ടയാടാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് നെഞ്ചു വിരിച്ചു നിൽക്കുന്ന സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ വീടിന് പുറത്ത് അണിനിരന്നപ്പോൾ പുറത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നില്ല. ഈ ജനരോഷത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായപ്പോഴാണ് വീടിന് പിറകിൽ ചെന്ന് ഫോൺ വിളിച്ച് ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ റോഡ് വ്യക്തമാക്കണമെന്ന് ഈ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്നത്. ഈ ചിത്രം നൽകുന്ന സൂചനയും അതുതന്നെയാണ്. ജനകീയ പ്രതിരോധത്തിന് മുന്നിൽ ഏത് കേന്ദ്ര ഏജൻസിയും വിറയ്ക്കുമെന്നതിൻ്റെ ചരിത്രപരമായ തെളിവ്. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ ED മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ഒരു സമയമുണ്ടായിരുന്നു. അന്ന് കോൺഗ്രസ് നേതൃത്വം മുഴുവൻ പകച്ചു നിന്നപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി എത്തിയ പ്രധാന നേതാക്കളിൽ ആദ്യ സ്ഥാനത്ത് നിന്നത് മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ പിണറായി വിജയനായിരുന്നു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ ശബ്ദങ്ങളെ ഇല്ലാതാക്കാനാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ ശ്രമിക്കുന്നതെന്നും രാഹുൽ ഗാന്ധിയെ ED ചോദ്യം ചെയ്യുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും അന്ന് പിണറായി വിജയൻ പരസ്യമായി നിലപാടെടുത്തു. പിന്നീട് രാഹുൽ ഗാന്ധിയെ മറ്റൊരു കേസിൽ കോടതി ശിക്ഷിക്കുകയും പാർലമെൻറ്റിൽ നിന്ന് അയോഗ്യനാക്കുകയും ചെയ്തപ്പോഴും ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളെയും ഞെട്ടിച്ച ആ നീക്കത്തിനെതിരെ ആദ്യം പിന്തുണയുമായി എത്തിയതും ഇതേ പിണറായി വിജയൻ തന്നെയായിരുന്നു. ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ സത്യത്തിൽ ഇന്ദിരാ ഫാമിലിയെ സംശയിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. 2 വട്ടം ചൂഴ്ന്നു നോക്കിയാൽ സാമ്പത്തിക ക്രമക്കേടുകളുടെ പല കഥകളും അവിടെ കാണാൻ കഴിയും. പക്ഷേ ഒരു ഫാസിസ്റ്റ് ഭരണകൂടം തങ്ങളുടെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഒരു പ്രതിപക്ഷ നേതാവിനെ വേട്ടയാടുമ്പോൾ ആ സമയം പറയേണ്ടത് ആ പഴയ അഴിമതി കഥകളല്ലെന്നും മറിച്ച് ജനാധിപത്യം സംരക്ഷിക്കാൻ ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടതെന്നും 6.5 പതിറ്റാണ്ട് നീളുന്ന രാഷ്ട്രീയ ജീവിതം പരുവപ്പെടുത്തിയ പിണറായി വിജയന് കൃത്യമായി അറിയാമായിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിന് ഇല്ലാതെ പോയതും ഇതേ പക്വതയാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി പരസ്യമായി ചോദിച്ചത് എന്തുകൊണ്ട് പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. തന്നെ വേട്ടയാടിയ അതേ ED തന്നെ പിന്തുണച്ച നേതാവിനെ കൂടി വേട്ടയാടണമെന്ന് ആഗ്രഹിക്കുന്ന ഈ മനോഭാവത്തെയാണ് നമ്മൾ രാഷ്ട്രീയ ഷണ്ഡത്വം എന്ന് വിളിക്കേണ്ടത്. ഈ ഒരൊറ്റ പ്രസ്താവനയിലൂടെ രാഹുൽ ഗാന്ധി തെളിയിച്ചത് തനിക്ക് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ വിശാലതയോ പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ആവശ്യകതയോ മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്നാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടായ കുടുംബവാഴ്ചയുടെ ഉൽപ്പന്നമായ ഇദ്ദേഹം ആ പാർട്ടിയുടെ മാത്രമല്ല ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ കൂടി ദൗർഭാഗ്യമാണെന്ന് പറയേണ്ടി വരും. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പുസ്തകത്തിലെ ഒരു വരിയെങ്കിലും ഈ മനുഷ്യൻ വായിച്ചു കാണുമോ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്ന നിമിഷങ്ങളാണിത്. ഇന്നിപ്പോൾ പിണറായി വിജയനെതിരെ ED നീക്കം നടത്തുമ്പോൾ ദേശീയ തലത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുക. ഇന്ത്യയിലെ സമുന്നതരായ ദേശീയ നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായി പിണറായി വിജയന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നു. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, RJD നേതാവ് തേജസ്വി യാദവ്, CPI നേതാവ് D രാജ, തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര എന്നിവരെല്ലാം അതിശക്തമായ ഭാഷയിലാണ് ഈ നടപടിയെ അപലപിച്ചത്. സ്റ്റാലിനും കെജ്രിവാളും പുറത്തുവിട്ട പ്രസ്താവനകളിൽ
BJP മാത്രമല്ല കോൺഗ്രസിനെയും അവർ നിശിതമായി വിമർശിക്കുന്നുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ അന്തസ്സില്ലാത്ത രാഷ്ട്രീയ പാപ്പരത്വത്തിൻ്റെ ഇരകൾ കൂടിയാണവർ. എന്നാൽ ഒരൊറ്റ കോൺഗ്രസ് നേതാവ് പോലും ഇതുവരെ ഈ ED വേട്ടയ്ക്കെതിരെ കമ എന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ മൗനം അങ്ങേയറ്റം ലജ്ജയോടെ മാത്രമേ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് നോക്കിക്കാണാൻ കഴിയൂ. ഇനി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെയും അണികളുടെയും കാര്യം നോക്കാം. കോൺഗ്രസിൻ്റെ അണികൾ മുതൽ സകല നേതാക്കളും പിണറായി വിജയനെതിരെ പരിഹാസവും പുച്ഛവും അധിക്ഷേപവും ചൊരിയുകയാണ്. പിണറായി വിജയൻ്റെയും മുഹമ്മദ് റിയാസിൻ്റെയും രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രകടനം നടത്താൻ പോകുന്നു എന്ന വാർത്തയും അതിനിടയിലെത്തി. ഒരു വശത്ത് പ്രതിപക്ഷ മുന്നണിയിലെ ഒരു മുഖ്യമന്ത്രിയെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുമ്പോൾ അതിനെതിരെ പ്രതിരോധം തീർക്കുന്നതിന് പകരം ആ വേട്ടക്കാർക്ക് കുഴലൂത്ത് നടത്തുകയാണ് കേരളത്തിലെ കോൺഗ്രസ്. ഇതുപോലൊരു രാഷ്ട്രീയ ജീവികൾ ലോകത്ത് തന്നെ ചുരുക്കമായിരിക്കും. ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഈ പാർട്ടികൾ ഔദ്യോഗികമായ വിടുതൽ നേടുക എന്നതോ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് മുന്നണിയുടെ ലീഡർഷിപ്പ് മാറ്റുക എന്നതോ ആണ് BJP വിരുദ്ധ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അടിയന്തരമായി ചെയ്യേണ്ടത്. ഒരേ പ്രതിപക്ഷ മുന്നണിയുടെ പാർട്ടികളെ പോലും പിന്നിൽ നിന്ന് കുത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പ് സംഘത്തിൻ്റെ കൂടെയുള്ള ഏത് സഖ്യവും ആത്മഹത്യാപരമാണ് എന്ന് തിരിച്ചറിയാൻ ഈ ഒരൊറ്റ സംഭവം മാത്രം മതിയാകും. ഇവരുടെ ഈ കാപട്യം മനസ്സിലാക്കാൻ പഴയൊരു ടെലിവിഷൻ അഭിമുഖം മാത്രം നമ്മൾ ഓർത്തെടുത്താൽ മതി. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ സമയത്ത് മീഡിയ വണ്ണിൽ പ്രമോദ് രാമൻ നൽകിയ അഭിമുഖത്തിൽ KC വേണുഗോപാൽ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അതിങ്ങനെയാണ്: ഒരു തെറ്റുമുള്ള കാര്യമല്ല ആഭ്യന്തരമന്ത്രിയെ കാണുന്നത്, പക്ഷേ കൂടിക്കാഴ്ച എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? അമിത്ഷായുടെ വീട്ടിൽ. കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിമാരിൽ വീട്ടിൽ അമിത്ഷായെ കണ്ട ഏക മുഖ്യമന്ത്രി ആരായിരുന്നു? പിണറായി വിജയൻ. വാട്ട് ഈസ് ദ അജണ്ട? എന്തായിരുന്നു അജണ്ട? ഇതായിരുന്നു അന്ന് KC വേണുഗോപാലിൻ്റെ ചോദ്യം. എന്നാൽ ഇന്ന് കാലം അവർക്ക് തന്നെ മറുപടി നൽകിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ അഥവാ VD സതീശൻ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എവിടെ വച്ചാണെന്ന് അറിയാമോ? പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ സേവാ തീർത്ഥിൽ വച്ച്. ഇപ്പോൾ ആ പഴയ ചോദ്യം നമുക്ക് തിരിച്ചു ചോദിക്കാം. വാട്ട് ഈസ് ദ അജണ്ട? എന്തായിരുന്നു അജണ്ട? വരും ദിവസങ്ങളിൽ KC വേണുഗോപാൽ നമ്മളോട് ഇത് വിശദീകരിച്ച് തരുന്നതായിരിക്കും. ഇനി KC വേണുഗോപാലിന് അറിയില്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി VD സതീശനോട് തന്നെ അത് ചോദിച്ച് മനസ്സിലാക്കുമായിരിക്കും. തിരഞ്ഞെടുപ്പ് റിസൾട്ടിന് മുന്നേ അദാനിയുടെ സ്പോൺസർഷിപ്പിൽ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ NDA നേതാവിനെ കാണാൻ മംഗലാപുരത്തേക്ക് പറന്ന റിസൾട്ടിന് ശേഷം ധനകാര്യം, തുറമുഖം, എയർപോർട്ട് വകുപ്പുകൾ സ്വന്തം കക്ഷത്തിൽ വയ്ക്കുന്ന മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ വസതിയിൽ കണ്ടത് എന്തിനാണെന്ന് വേറെ ആര് ചോദിച്ചില്ലെങ്കിലും പ്രമോദ് രാമൻ ഉറപ്പായും ചോദിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. രാഷ്ട്രീയ ലക്ഷ്യം വച്ച് BJP സർക്കാർ പ്രതിപക്ഷത്തെ നേതാക്കൾക്കെതിരെ EDയെ ഉപയോഗിക്കുന്നത് പുതിയ കാര്യമല്ല. കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ആർക്കും ഈ രാഷ്ട്രീയ വേട്ടയുടെ വ്യാപ്തി മനസ്സിലാകും. കഴിഞ്ഞ 10 വർഷത്തിനിടെ ജനപ്രതിനിധികൾ അടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ 193 കേസുകളാണ് ED എടുത്തിട്ടുള്ളത്. എന്നാൽ ഇതിൽ എത്ര പേർ ശിക്ഷിക്കപ്പെട്ടു എന്നറിയാമോ? വെറും 2 പേർ. ജാർഖണ്ഡിലെ 2 മുൻ മന്ത്രിമാർ മാത്രം. ബാക്കി 191 കേസും യാതൊരു വിചാരണയോ വിധിയോ ഇല്ലാതെ വർഷങ്ങളായി നീട്ടിക്കൊണ്ടു പോവുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന ഈ കേന്ദ്ര ഏജൻസി. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് എത്രനാൾ ജയിലിലിട്ടു? മറ്റ് ആം ആദ്മി പാർട്ടി നേതാക്കളെയും മാസങ്ങളോളം ജയിലിലടച്ചിരുന്നു. ആ കേസുകളെല്ലാം ഇപ്പോൾ എന്തായി? തരാതരം പോലെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കായി വാർത്ത സൃഷ്ടിക്കാനും പ്രതിപക്ഷ നേതാക്കളുടെ പ്രതിച്ഛായ തകർക്കാനുമുള്ള ഒരു നീക്കം മാത്രമാണിത്. യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് തെളിയിക്കാൻ അവർക്ക് എത്രയോ സമയമുണ്ടായിരുന്നു. എന്നാൽ അതല്ല അവരുടെ ലക്ഷ്യം. ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുക, പ്രതിപക്ഷത്തെ ഭയപ്പെടുത്തുക എന്നതിലുപരി ഈ നീക്കങ്ങൾക്ക് വേറെ യാതൊരു അർത്ഥവുമില്ല. ഇനി ഇവരുടെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ കാപട്യം കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിനായി കഴിഞ്ഞ ദിവസം മുതൽ പ്രചരിക്കുന്ന ഒരു ചിത്രം നിങ്ങൾ കാണണം. ഈ ചിത്രം 2 രാഷ്ട്രീയ സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് വരച്ചു കാട്ടുന്നത്. ഒരു വശത്ത് മണിക്കൂറുകളോളം നീണ്ട ED റെയ്ഡിനൊടുവിൽ ഒന്നും കിട്ടിയില്ലെന്ന് ED എഴുതി നൽകി എന്ന തലക്കെട്ടോടെ നിൽക്കുന്ന കറയറ്റ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകം. മറുവശത്ത് KM ഷാജിയുടെ അഴിക്കോട്ടെ വീട്ടിൽ നിന്നും വിജിലൻസ് 50 ലക്ഷം രൂപ പിടികൂടിയ വാർത്ത. രേഖകളില്ലാത്ത പണം പിടികൂടിയത് പരിശോധനയ്ക്കിടയിലാണ് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ. അഴിമതിക്കെതിരെ വാതോരാതെ സംസാരിക്കുന്ന കോൺഗ്രസ് ലീഗ് നേതാക്കളുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് ഈ ചിത്രം വ്യക്തമാക്കുന്നു. കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയ വിരോധം തീർക്കാൻ അരിച്ചു പെറുക്കിയിട്ടും ഒരു നയാ പൈസയുടെ ക്രമക്കേട് പോലും കണ്ടെത്താൻ കഴിയാത്ത ഇടതുപക്ഷ നേതാക്കളും സ്വന്തം വീട്ടിൽ കണക്കിൽപ്പെടാത്ത ലക്ഷങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുന്നവരും തമ്മിലുള്ള അന്തരമാണ് നാം ഇവിടെ കാണുന്നത്. ഈ വേട്ടയാടലിനെതിരെ കേരളം മാത്രമല്ല രാജ്യം മുഴുവൻ ഉണരുകയാണ്. CPM പോളിറ്റ് ബ്യൂറോ അംഗവും
മുൻ മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയനെതിരെയുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ രാഷ്ട്രീയ വേട്ടയ്ക്കെതിരെയും ഡൽഹിയിൽ പ്രതിഷേധിച്ച പാർട്ടി പ്രവർത്തകർക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിലും പ്രതിഷേധിച്ച് തമിഴ്നാട്ടിലെ ചെങ്കൽപ്പെട്ടിൽ പോലും CPM പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്ന കാഴ്ച നാം കണ്ടു. ഇത് കേവലം ഒരു വ്യക്തിക്ക് നേരെയുള്ള ആക്രമണമല്ല, മറിച്ച് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിനും ജനാധിപത്യത്തിനും നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് തൊഴിലാളി വർഗവും ജനാധിപത്യ വിശ്വാസികളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഒരു കാര്യം ഉറപ്പാണ്, സംഘപരിവാറിൻ്റെ ഈ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന പാരമ്പര്യമല്ല കേരളത്തിലെ ഇടതുപക്ഷത്തിനുള്ളത്. EDയെയും CBIയെയും കാണിച്ച് വിരട്ടാൻ ഇത് കോൺഗ്രസ് നേതാക്കളല്ല. ചരിത്രപരമായ തിരിച്ചടികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജനങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് സംഘപരിവാർ ഫാസിസത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിക്കാൻ ഈ സംഭവ വികാസങ്ങൾ ഇടതുപക്ഷത്തിന് കൂടുതൽ ഊർജം പകരും. കാവട്യത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ കോൺഗ്രസ് നേതാക്കൾക്കും രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്ന BJPക്കുമുള്ള കൃത്യമായ മറുപടി വരും നാളുകളിൽ ഈ നാട്ടിലെ ജനങ്ങൾ നൽകുക തന്നെ ചെയ്യും. അധികാരത്തിൻ്റെ തണലിൽ ഒളിച്ചു നിന്ന് ഫോൺ ചെയ്യുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ ഭാവിയിൽ ഈ രാജ്യത്തെ ജനാധിപത്യം തിരിച്ചുപിടിക്കുന്ന ജനകീയ പോരാട്ടങ്ങളുടെ തുടക്കം മാത്രമാണ്.